സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ കണ്ടസ്റ്റന്റ് നമ്പർ 21. അമ്മമാർക്ക് പ്രചോദനമാവാൻ വേണ്ടിയാണ്. ഭാര്യ, അമ്മ, ഡെന്റിസ്റ്റ് എന്നീ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ സ്വപ്നങ്ങളെ കൈവരിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സാധിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവാം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് മാതൃത്വം, വിവാഹം, ജോലി ഇവയൊന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയല്ല. തളരാതെയും തോൽക്കാതെയും സ്വപ്നങ്ങളുടെ പിന്നാലെ പായുക, അത് നേടിയെടുക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. Contestant number 22. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ദു, ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റാണ്, യൂട്യൂബറാണ്, അതോടൊപ്പം തന്നെ ഒരു ഡിപ്രഷൻ സർവൈവർ കൂടിയാണ്. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് വല്ലാത്തൊരു ഡിപ്രസീവ് എപ്പിസോഡിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ എനിക്ക് ആരെയായിരുന്നു ആവശ്യം, എന്നാൽ എനിക്ക് ആരെയാണോ ലഭിക്കാതെ പോയത്. ഇനി ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേയധികം വ്യക്തികൾക്കെങ്കിലും അങ്ങനെ ഒരാളായി തീരുക എന്ന ആഗ്രഹമാണ് സൈക്യാട്രി പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. തെറപ്പി എന്നത് ചിലവേറിയ ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ടിപ്സും ടെക്നിക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ആക്സസിബിളും അഫോർഡബിളുമായ ഒരു മെൻ്റൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ. എന്തുകൊണ്ട് മിസ്സസ് കേരള? 3 റീസൺസ്. 1, എൻ്റെ നിയോഗം, എൻ്റെ കോസ് ഫോർവേഡ് ചെയ്യാൻ ശക്തമായൊരു പ്ലാറ്റ്ഫോമായി ഞാൻ മിസ്സസ് കേരളയെ കാണുന്നു. 2, ഇന്ന് ഈ പ്രസ്റ്റീജിയസ് ആയ വേദിയിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ അത് ഇന്ന് ഡിപ്രഷൻ്റെ തീരാവേദന അനുഭവിക്കുന്ന, കടുത്ത നിരാശയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതം നിങ്ങൾക്ക് വീണ്ടും 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 അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഒരല്പം ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം. 3, ഡോക്ടറായാൽ ഇങ്ങനെയൊക്കെ പെരുമാറണം, പെണ്ണായാൽ ഇന്നതിന്നതൊക്കെ ചെയ്യാവൂ, ഒരു പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ സമൂഹത്തിൽ എഴുതി വെച്ചിട്ടുള്ള ചട്ടക്കൂടുകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊളിച്ചു കളയണം. ജീവിതം ഒന്നേ ഉള്ളൂ, ആവുന്നതെല്ലാം ആവാൻ ശ്രമിക്കുക. രുചിച്ചു നോക്കാനാവുന്നതെല്ലാം രുചിച്ചു നോക്കി ഇവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക. പിന്നെ ഈ പേജൻ എൻ്റെ കുഞ്ഞു പ്രായത്തിലെ ഒരു വലിയ സ്വപ്നം കൂടിയാണ്. താങ്ക് യു എവരിവൺ. മാന്യസദസ്സിന് നമസ്കാരം. ഞാൻ നിമ കിരൺ, തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരി. ഗസ്റ്റ് ലെക്ചറും IT പ്രൊഫഷണലുമായിരുന്ന ഞാൻ നിലവിൽ എൻ്റെ അഭിനിവേശത്തെ പിന്തുടർന്ന് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടറും യൂട്യൂബറുമാണ്. ഇത് ഞാൻ വരച്ചതാണ്. കുടുംബത്തോടൊപ്പം പ്രവാസ ജീവിതത്തിലായിരുന്നപ്പോൾ സൗദി സർക്കാരിൻ്റെ ഇൻ്റർനാഷണൽ റീസൈക്ലിംഗ് ക്രാഫ്റ്റ് മത്സരത്തിൽ 2 വട്ടം അവാർഡ് നേടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 2020 നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ കുട്ടിയെ 6 മാസം ഗർഭിണിയായിരുന്നു. സങ്കടത്തോടെ പറയട്ടെ, പ്രസവാനന്തരം കുഞ്ഞിനെ നഷ്ടപ്പെടുകയും തുടർന്നുണ്ടായ വിഷാദാവസ്ഥയും മറ്റും ജീവിതം സങ്കീർണമാക്കി. എങ്കിലും 2023
എൻ്റെ ദൃഢനിശ്ചയം, ആത്മവിശ്വാസം, സ്ഥിരോത്സാഹം, അതോടൊപ്പം ഭർത്താവിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണയും എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തായി. ഇന്ന് ഞാൻ സ്ട്രെസ് റിലീഫ് ക്രാഫ്റ്റ് ക്ലാസ്സുകളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനും കൂടാതെ കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷൻ മാറ്റുന്നതിനായിട്ടുള്ള ക്രിയേറ്റീവ് ക്ലാസ്സുകളും നടത്തുന്നു. ഈ വേദി എൻ്റെ ഈ ഉദ്യമം വിപുലമാക്കാൻ സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി 4 കണ്ടസ്റ്റൻസ് മാത്രമാണ് ഇൻട്രൊഡക്ഷൻ റൗണ്ടിനായിട്ട് വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളത്. സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 24. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സപ്തസ്വരങ്ങളിലെ ആദ്യത്തെ 3 സ്വരങ്ങൾ ചേർത്താൽ എൻ്റെ പേരായി. അതെ, ഞാൻ സരിക. കർമ്മം കൊണ്ട് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണെങ്കിലും തരളിതമായ എൻ്റെ ഹൃദയം പലപ്പോഴും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ബാല്യ കൗമാരങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ക്ഷമാപൂർവമായ കൃത്യനിർവഹണത്തിലൂടെ ഓരോ ഉപഭോക്താവിൻ്റെയും മനസ്സിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വിത്തുകൾ വിതയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. കർമ്മമണ്ഡലത്തിൽ ശോഭിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും പ്രാധാന്യം ഞാൻ നൽകുന്നതും എൻ്റെ കുടുംബത്തിന് തന്നെയാണ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ എന്ന് പറയുന്നത് പോലെ തന്നെ ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ വുമൺ ദർ ഈസ് എ സപ്പോർട്ടിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ കാലുറച്ച് ചങ്കൂറ്റത്തോടെ നിൽക്കുന്നത്. അതെ, ഞാൻ ധീരയായ ഒരു വനിതയാണ്, ഒപ്പം സന്തോഷവതിയായ ഒരു കുടുംബിനിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാഗതം ചെയ്യുന്നു ഔഷധി മിസ്സസ് കേരള 2023 കണ്ടസ്റ്റന്റ് നമ്പർ 25. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയലക്ഷ്മി. കായലോരങ്ങളുടെ നാടായ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ബാംഗ്ലൂരിൽ കഴിഞ്ഞ 25 വർഷമായി IT മേഖലയിൽ ജോലി ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിനെ വളരെയധികം പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ മൂല്യങ്ങൾക്കും കഠിനാധ്വാനത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ചിട്ടയായ ഒരു ജീവിതവും കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീക്ക് സക്സസ്ഫുള്ളായി വരാൻ സാധിക്കും എന്ന ഒരു മെസ്സേജാണ് ഈ പ്ലാറ്റ്ഫോം വഴി ഞാൻ നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഈ ഇവന്റ് ഇവിടെ ഓർഗനൈസ് ചെയ്ത ടീമിനും സജന മാമിനും അൻവർ സാറിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഹരിപ്രിയ. അനന്തപത്മനാഭൻ്റെ നാടായ തിരുവനന്തപുരം സ്വദേശിനിയാണ്. നമുക്ക് ലഭ്യമാകുന്ന ഓരോ നിമിഷവും നമ്മൾ പുതിയ അറിവുകൾ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്വയം തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഞാൻ. ധനകാര്യ മേഖലയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുകയും വിദേശത്ത് ധനകാര്യ മേഖലയിൽ തന്നെ ജോലി അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന ഒരു വലിയ സ്വപ്നത്തിനു വേണ്ടി ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണത്തെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി നേരിട്ട ഞാൻ ഇന്ന് മരണം എന്നത് ജീവിതത്തിൽ അനിവാര്യവും സുനിശ്ചിതവും ആയ ഒരു കാര്യം തന്നെയാണ് എന്നൊരു സത്യം ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കഠിനാധ്വാനത്തിലൂടെയും ആത്മപരിശ്രമത്തിലൂടെയും ഇന്നെൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ പറന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. നന്ദി, നമസ്കാരം. അവസാനത്തെ കണ്ടസ്റ്റന്റിനെയാണ് ഇൻട്രൊഡക്ഷൻ റൗണ്ടിനായിട്ട്
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് contestant number 27. നാം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. എന്താണോ നിങ്ങളുടെയും എൻ്റെയും ഉറക്കം കെടുത്തുന്നത്, അതാവണം നമ്മുടെ സ്വപ്നം എന്ന് APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം. ഞാൻ സന്ധ്യ ഗിരീഷ്, ബഹ്റിൻ സ്വദേശിയാണ്. 2 ആൺമക്കളുടെ അമ്മയായ ഞാൻ ഇന്ത്യൻ സ്കൂൾ ബഹ്റിനിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. വിവാഹവും മാതൃത്വവും ജീവിത തിരക്കുകളും കാരണം ജീവിതത്തിൽ വീടുകളുടെ ചുമരുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ സ്വന്തം ജീവിതം വേദനിച്ചു തീർക്കുന്ന 1000 അമ്മമാരുടെ പ്രതിനിധിയായി ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ് ഞാൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ നാം ആദ്യം പരിഹാരമായി കാണുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കുട്ടികളോട്, മാതാപിതാക്കളോട്, കമിതാക്കളോട്, ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എവിടെയാണോ ജീവിതത്തിൽ പരാജയപ്പെട്ടത് അവിടെ നിന്ന് ജീവിച്ചു തുടങ്ങുക. നമ്മുടെ പരാജയപ്പെടുത്തിയവരോട്, നമ്മളെ തോൽപ്പിച്ചവരോട് നമ്മുടെ പ്രതികാരം നമ്മൾ ചെയ്യുക. ഈ വേദി, ഒരുപാട് പേര് കാണുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇതാ പറയുന്നു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഏതെങ്കിലും ഒരാളെങ്കിലും ഇത് കേട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഈ സ്വപ്ന സാക്ഷാത്കാര വേദിയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനമായി ഞാൻ കരുതുന്നത്. ഇങ്ങനെ വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എസ്പാനിയ ഇവൻസിനും സജന സലിം മാമിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. There was contestant number 27. 27 സുന്ദരിമാരാണ് വേദിയിലെത്തി അവരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ആരൊക്കെയാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. And I must say that our judges are having a very tough time. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോരുത്തരും വേദിയിലേക്ക് വരുമ്പോൾ ഇതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അടുത്ത ആള് വേദിയിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് വിചാരിക്കും. അങ്ങനെ 27 പേരും ഈക്വലി മനോഹരമായി തന്നെ അവരുടെ ഇൻട്രൊഡക്ഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. Can we have a huge round of applause for all these ladies out here? കാരണം സാധാരണ ഒരു പജന്റ് പോലെ അല്ല, ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സും മക്കളുടെ ഒക്കെ കാര്യങ്ങൾ ഗ്രൂമിങ് ക്ലാസ്സിൽ വന്ന് ഒരു സൈഡിൽ കൂടെ ഫാമിലിയുടെ കാര്യം നോക്കുന്നു, ഒരു സൈഡിൽ കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് ഗട്ട്സ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദീസ് 27 amazingly determined women. ആൻഡ് ഈ ഒരു റൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ജഡ്ജസ് ഇതിൽ നിന്ന് സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കും. പക്ഷെ അതിനായിട്ട് ലെറ്റ്സ് ഗിവ് ദം a short time, a short break.